മകന്റെ മരണം ചികിത്സാ പിഴവ് കാരണമെന്ന് ആരോപിച്ച് എറണാകുളം കളക്ടറേറ്റിന് മുന്നിൽ ഒരു അമ്മയുടെ സമരം. പടമുകൾ സ്വദേശി ജിൻസന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് മാതാവ് മെറീന പോരാട്ടം നടത്തുന്നത്. തണലായി കൂടെയുണ്ടായിരുന്ന മകൻ ജിൻസൺ പോയിട്ട് 8 മാസമായി. പക്ഷേ ആ നീറ്റൽ ഇപ്പോഴും മെറീനയുടെ നെഞ്ചിലുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 21-നാണ് 47 വയസ്സുള്ള മകൻ ജിൻസന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ച് ജീവൻ നഷ്ടമായത്. വാഴക്കാലയിൽ തട്ടുകട നടത്തുന്ന ജിൻസന്റെ തുടഭാഗത്ത് വന്ന മുഴ നീക്കം ചെയ്യാൻ 3 ദിവസം മുമ്പാണ് ആശുപത്രിയിലെത്തിയത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശസ്ത്രക്രിയ നടത്തി. അതിനുശേഷം വാർഡിലേക്ക് മാറ്റി. പിന്നീടാണ് പ്രശ്നം തുടങ്ങിയത്. എന്തിനാണ് എൻ്റെ മകനെ കൊന്നതെന്നോ, ആർക്ക് വേണ്ടിയാണെന്നോ, എന്തിനു വേണ്ടിയാണെന്നോ എനിക്കറിയാൻ പാടില്ല. എന്തിനാണ് എൻ്റെ മകനെ കൊന്നതെന്ന് എനിക്കറിയണം. എനിക്ക് നീതി കിട്ടണം. എൻ്റെ മകന് എല്ലാ സ്ഥലത്തും ഞാൻ പരാതി കൊടുത്തു. കയറി ഇറങ്ങി നടക്കുക. എങ്ങനെ 8 സ്ഥലത്തും പല പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പരാതികൾ കൊടുത്തിട്ട് ഒരു തീരുമാനമാക്കുന്നില്ല അവർ. ചികിത്സാ പിഴവ് കാരണമാണ് മകന് ജീവൻ നഷ്ടമായതെന്നാണ് ആരോപണം. പരാതിയുമായി കളക്ടറെയും DMOയും കണ്ടു. DMO മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതും ഇഴയുകയാണെന്ന് മെറീന ആരോപിക്കുന്നു. ചില സാമൂഹിക പ്രവർത്തകരും മഹിളാ കോൺഗ്രസ് ഭാരവാഹികളും മാത്രമാണ് മെറീനയെ പിന്തുണയ്ക്കാനുള്ളത്. വാർദ്ധക്യ പെൻഷൻ പോലുമില്ലാതെ, തണലായി ആരുമില്ലാതെ മകന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള പോരാട്ടത്തിലാണ് മെറീന വർഗീസ്. 24 കൊച്ചി.